ഒരുപാട് കാത്തിരിപ്പിന് ശേഷം സാംസങ് S24 സീരീസ് റിലീസായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എൻ്റെ കുറച്ച് തോട്ട്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്കത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് ഈ ഒരു ഫോൺ കണ്ടപ്പോൾ iPhone 15 Pro Maxും Pixel 8 Proയും കൂടെ ചേർത്ത് വെച്ചേക്കുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. മേ ബി ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും അങ്ങനെ തോന്നിയേക്കാം. 7 വർഷത്തെ OS അപ്ഡേറ്റ് ആണ് അവർ വാഗ്ദാനം ചെയ്തേക്കുന്നത്. ലൈക്ക് പിക്സല്, ടൈറ്റാനിയം ബോഡി, ലൈക്ക് ആപ്പിൾ 15 Pro മാസ്ക്. ഒരു നല്ലതെന്ന് തോന്നിയ ഒരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൾ അസിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് വരുന്ന കോളുകൾ, നമുക്ക് ആരോടെങ്കിലും കോൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ അവർ ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ കേൾപ്പിക്കും, നമുക്ക് ഇങ്ങോട്ട് കേൾപ്പിക്കും. ആ ഒരു ഫീച്ചർ കൊള്ളാം. ഈ ഒരു ഫോൺ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു AI ഫോൺ എന്ന രീതിയിലാണ്. മൊത്തം AI കുത്തു നിറച്ച ഒരു ഫോണെന്നാണ് പറയുന്നത് അവർ. ഇത് ന്യൂ പോസിബിലിറ്റീസ്, നമ്മളിലേക്ക് ഒരു ഹോപ്പ്. നാളെ കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്തൊരു പുതിയ ഒരു സാധനം വരും, നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടും. അവരെപ്പോഴും ഉപയോഗിക്കുന്ന ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ആ ലൈവിൽ അവരുടെ പ്രസന്റ് ചെയ്ത ലൈവിൽ ഫുൾ ഇതാണ് അവർ പറഞ്ഞിരുന്നത്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഈവൻ നമ്മളൊരു 30 FPS വീഡിയോ എടുത്തെങ്കിൽ പോലും നമുക്ക് സ്ലോ മോഷനിലേക്ക് AI ത്രൂ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം അതൊരു സ്ലോ മോഷൻ വീഡിയോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്ന പല സാഹചര്യം നമുക്കൊന്നുണ്ട്. S23 ഇരിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലൊരു വേപ്പർ കൂളിംഗ് സിസ്റ്റമാണ് അവർ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹീറ്റ് അധികം ഉണ്ടാവത്തില്ലെന്ന് കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇത്രയും സ്നാപ്ഡ്രാഗൺ 8 Gen 3 S24ഉം അതിൻ്റെ പ്ലസ് വേരിയൻറ്റും Exynos 2400. ഇനിയന്മാർ നേരത്തെ കാണിച്ച പോലെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് വല്ലതും ഇറക്കുമോ? നേരത്തെ FE ഇതേപോലെ ആയിരുന്നു. അത് ഞാൻ ആലോചിക്കുന്നത്. അവരെപ്പോഴും FE ഇതോണൊക്കെ ആദ്യം Exynos വെച്ച് ഇറക്കിയിട്ട് പിന്നെ സ്നാപ്ഡ്രാഗണിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസം കാണുന്നു. അതേപോലെ എന്തെങ്കിലും നടക്കൂടെ? കണ്ടറിയാം. ക്യാമറ ഇതേപോലെ 200+, 50+, 12+10. അതേപോലെ തന്നെ അവരുടെ ഫോട്ടോ വീഡിയോ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഒരു പ്രൊവിഷൻ എഞ്ചിൻ അതിനകത്ത് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ട ഒരു ഫോട്ടോയിൽ നിന്ന് S23 നിന്നും കുറച്ചുകൂടെ സ്കിന്നിനൊക്കെ കുറച്ചുകൂടെ ഒരു HDR മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. S24 ഒരു ബിഗ് ഡിഫറൻസ് അല്ല, എന്നാലും സ്ലൈറ്റ്ലി ചെറുതായിട്ടൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ലോ ലൈറ്റിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടുന്നെന്ന് ഞാൻ കണ്ടായിരുന്നു. S23 അപേക്ഷിച്ച് 4K 120 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യം. പിന്നെ ആപ്പിളിനെ പോലെ വന്ന് തള്ളിയ വേറൊരു കാര്യമുണ്ട്. എൻവയോൺമെൻറ്റ് 100% എൻവയോൺമെൻറ്റിന് അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ. ബാറ്ററിയൊക്കെ 80% നമ്മുടെ ഭൂമിയെ അഫക്റ്റ് ചെയ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. പാക്ക് ചെയ്ത് വരുന്ന എല്ലാം 100% പേപ്പറിലാണ് എന്നൊക്കെയാണ് ഒരു തെളിയുന്നത്. ലൈക്ക് ആപ്പിൾ. പിന്നെ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ HDR ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണെന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ആയിരിക്കും എന്നാണ് അവർ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലോടും സ്നാപ്ചാറ്റിലും ഒക്കെ കൊളാബ് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തെ ക്യാമറയ്ക്കകത്ത് ഡീഫോൾട്ട് ക്യാമറയിൽ കിട്ടുന്ന ക്വാളിറ്റി സ്റ്റെബിലൈസേഷനൊക്കെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്നാപ്ചാറ്റിൻ്റെ ആപ്ലിക്കേഷനകത്ത് ക്യാമറയിൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. കണ്ടറിയാം. റേ ട്രേസിങ് ടെക്നോളജിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതും തെളിയത് മറ്റേ നമ്മുടെ ആപ്പിളിൻ്റെ സാധനത്തിനകത്ത് തെളിയായിരുന്നു. അവർ ഒരുപാട് AI ഫീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരാളെ വേണമെങ്കിൽ കട്ട് ചെയ്ത് വേറെ സ്ഥലത്തിലോട്ട് വെക്കാം. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് തുറന്നു കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എവിടെയെങ്കിലും കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കാം. അതുകൊണ്ട് ഒരു AIയുടെ അവരൊരു 3 നക്ഷത്രത്തിൻ്റെ ഒരു സിമ്പിൾ കാണിച്ചില്ലേ, അത് സൈഡിൽ ആഡ് ചെയ്യും, വാട്ടർ മാർക്കായിട്ട് ആഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. സ്നാപ്സീഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനോ ഒന്ന് തൊട്ടാൽ മതി, അതങ്ങ് പോകും. അല്ലെങ്കിൽ അത്ര ഭാഗം ക്രോപ്പ് ചെയ്താൽ മതി. അതൊരു റെലവൻ്റുള്ള കാര്യമാണ്. എന്തായാലും അത് ആഡ് ചെയ്യുന്നുണ്ട്, അത്രയെങ്കിലും ചെയ്യുന്നില്ലേ. കുറച്ചുകൂടെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ കട്ടിയൊക്കെ കുറച്ചുകൂടെ പൊട്ടാനുള്ള സാധ്യതയൊക്കെ കുറച്ചുകൂടെ കുറവാണെന്നാണ് അവർ പറയുന്നത്. പൊട്ടിയിട്ട് പിന്നെ അവർ ഇങ്ങനെ നോക്കിയിരിക്കാം. അവർ സെർച്ച് ടു സർക്കിൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും നേരത്തെ എങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും കാണുന്നത് നമുക്കറിയത്തില്ലെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിളിൽ വന്നിട്ട് ഫോട്ടോസിൻ്റെ അവിടെ കൊണ്ട് ആഡ് ചെയ്ത് അപ്പി എടുത്തിട്ട് എന്തോ സാധനം നമുക്കറിയാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇതിൻ്റെ ഹോം ബട്ടണിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ, ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ നമുക്കവിടെ എവിടെ എന്തോ സാധനം എന്നുള്ള വരയ്ക്കാനുള്ള ഒരു സാധനം വരും. അതിനകത്തൊരു സർക്കിൾ എവിടെ എന്തോന്ന് വെച്ചാൽ ഒന്ന് ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക. അന്നേരം അത് പോപ്പപ്പ് ചെയ്യും എന്താണ് ആ സാധനം. പിന്നെ നമുക്ക് അതിനകത്തോട് ചോദിക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ സംഭവം ചോദിക്കാം. പക്ഷേ ഇത് അവരുടെ മാത്രം ഫീച്ചർ അല്ല, ഇത് നമുക്ക് ആൻഡ്രോയിഡിലെ എല്ലാ ഫോണിലും വരുമെന്ന രീതിയിൽ ആണ് പറഞ്ഞ് കേൾക്കുന്നത്. പിന്നെ വേറെ ഉപകാരമുള്ള ഒരു സാധനം അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയിൽ കണക്റ്റീവ് ആണെങ്കിൽ
ഉള്ള കാര്യമാണ്. ആൻഡ്രോയിഡ് ഓട്ടോയിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് സാംസങ്ങിൻ്റെ യുയിലോട്ട് മാറും. അതേപോലെ തന്നെ എന്തെങ്കിലും മീറ്റിങ്ങോ ഗ്രൂപ്പ് മീറ്റിങ്ങോ എല്ലാം നടക്കുകയാണെങ്കിൽ അതിനകത്തൊരു സമ്മറി ആയിട്ട് എന്താണ് ഹോൾ കാര്യം എന്നുള്ളത് നമുക്ക് അത് പറഞ്ഞു തരും. ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട് അവരുടെ ചർച്ചയും കാര്യങ്ങളെല്ലാം ഒരു കൺക്ലൂഷൻ പോലെ പറഞ്ഞു തരും. ഈ ലൈവ് നടത്തിയെടുത്ത് ആ ആങ്കറൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ സ്ക്രീനായിരുന്നു. അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ സ്ക്രീൻ, ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ സ്ക്രീൻ. സെറ്റായിരുന്നു. S23 അൾട്രയുടെ കർവ്ഡായിരുന്നെങ്കിൽ ഇവിടെ വന്ന് എല്ലാം ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. ഡിസൈനൊന്നും പ്ലസ്സിലും അൾട്രയിലും ഒന്നും ഒരു വ്യത്യാസമില്ല. S24 അൾട്ര, S23 അൾട്ര, S24 പ്ലസ്, S23 പ്ലസ് എല്ലാം അത് കണക്കാനെ. പിന്നെ നിങ്ങളിത് പൈസ കൊടുത്ത് വാങ്ങണോ എന്ന് വെച്ചാൽ പൈസ പറഞ്ഞില്ല. പൈസ വന്നിട്ട് അൾട്രയ്ക്ക് 1,30,000 രൂപ, പ്ലസിന് 1,00,000 രൂപ. ബേസ് വേരിയൻ്റാണ് ഈ പറയുന്നത്. S24 വന്നിട്ട് 80,000 രൂപ. ലേക്ക് ആപ്പിൾ ഈ AI വന്ന ഫീച്ചറെല്ലാം അവരുടെ മിക്ക ഫോണിലും വരുമെന്നാണ്, അപ്ഡേറ്റ് ത്രൂ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മേ ബി വരുമായിരിക്കും. S23 അൾട്ര ഉപയോഗിക്കുന്നവർ അത് തന്നെ ഉപയോഗിക്കുക, S23 ഉപയോഗിക്കുന്നവർ അത് തന്നെ ഉപയോഗിക്കുക, S23 പ്ലസ് ഉപയോഗിക്കുന്നവർ അത് തന്നെ ഉപയോഗിക്കുക. S24 അൾട്രയിൽ 5000 mAh, S24 പ്ലസ്സിൽ 4900 mAh, S24 4000 mAh. അതെന്താ അത്രയും കുറച്ചുള്ള ഞാൻ നല്ല രീതിക്ക് ഇതിൻ്റെ 4000 എന്ന് പറഞ്ഞാലും ഇത് അടിപൊളിയായിട്ട് ചാർജൊക്കെ നിൽക്കും. പിന്നെ അവസാനം അവരുടെ ഒരു സാംസങ്ങിൻ്റെ റിങ്ങും കൂടെ അവതരിപ്പിച്ചിട്ടാണ് പോയത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ ഇനിയേ കൊണ്ടുവരത്തുള്ളൂ. കണ്ടറിയാം. അന്നേരം ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കുണകുണമെന്ന് പറയാം. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ തോന്നുന്ന എല്ലാം കമൻ്റായിട്ട് താഴെ അട്ടിയായിട്ട് അയയ്ക്കുക. ആരുമായിക്കോടെ ഇതേപോലുള്ള അടിപൊളി കിടുക്കാഴ്ച കണക്കണാക്കിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലിബ്രോ സൈനിങ് ഔട്ട്.